ഉദ്ദിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഇന്ന് നാം ചിന്തിക്കുന്നത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഒരേ സമയം തന്നെ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവും മറ്റ് ചില സമയങ്ങളിൽ മാനുഷിക തലവും മനുഷ്യരിൽ പ്രവർത്തിക്കുമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്ന തിരുവചനത്തെപ്പറ്റി നാം ഇന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. അതായത് മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്നത്, ദൂഷണം പറയുന്നത് ഒരുപക്ഷെ ക്ഷമിക്കപ്പെടാം. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ദൂഷണം പറയുന്നവരുടെ നാവ് വരെ പിഴുതെറിയണം എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അതിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റേതായാലും ശരി. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് കൂടുതലുമുള്ളത്. അതായത് പിതാവിൻ്റെ മുഖം തന്നെയാണ് ക്രിസ്തു. എന്നാൽ മാനുഷിക തലവും ക്രിസ്തുവിലുണ്ടായിരുന്നു. ആ മാനുഷിക തലത്തെ പറ്റിയാണ് അതുവരെ ക്ഷമിക്കാം. പക്ഷേ ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്ന പൂർണ്ണതയെ എതിരെ പറഞ്ഞാൽ അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന മറ്റൊരു വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ തലമുണ്ടായിരിക്കും, ചിലപ്പോഴൊക്കെ മാനുഷിക തലങ്ങൾ മാത്രമുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ആശകളും ജഡിക ശക്തിയും ഇതിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവാണോ മറ്റ് ചൈതന്യമാണോ കടന്നു വരുന്നത് മനസ്സിലാക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വന്നു കയറുമ്പോൾ അവൻ ദൈവിക മനുഷ്യനായി തീരുകയാണ്. എന്നാൽ നമ്മളെ ആശകളും ജഡികാശക്തികളും നയിക്കുമ്പോൾ ക്രമേണ നമ്മൾ എന്തു ചെയ്യും? നാം പാപതലത്തിലേക്കും അശുദ്ധിയുടെ തലത്തിലേക്കും വളർന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ പാപവും പുണ്യവും കർത്താവ് നിരത്തപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം നമ്മുടേതാണ്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ വളർന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് തലങ്ങളിലൂടെ വളർച്ച ഏതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ തലങ്ങളുടെ വളർച്ചയനുസരിച്ച് അവൻ ദൈവത്തിൻ്റെ മകനാണോ പിശാചിൻ്റെ മകനാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദുഷ്ടാത്മാവ് വന്നു ചേരുമ്പോൾ ദുഷ്ടാത്മാവായി തീരുന്നു. അതിനുള്ള കാരണങ്ങൾ കുറച്ച് കാര്യങ്ങൾ, ജഡികാശക്തിയും ആഗ്രഹങ്ങളും അനാവശ്യ കാര്യങ്ങളും വന്നു ചേരുന്നു. എന്നാൽ ചില ആഗ്രഹങ്ങൾ നന്മയിലേക്ക് നയിക്കുന്നതുമാണ്. ആയതിനാൽ ഈ തിരിച്ചറിവ് നിങ്ങൾ കാണുന്നത് പ്രത്യേകം